ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് അതായത് നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ റൈഡിങ്, അതായത് കൊടികുത്തിമല അല്ലെങ്കിൽ വട്ടമല ഇരിക്കുന്നത്, പക്ഷേ സാധിച്ചില്ല, ക്ഷമിക്കണം. എന്ന് വെച്ചാൽ ചെറിയ സീനാണ്, അവിടെ കയറാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു എഡിറ്റിംഗ് വീഡിയോസാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഈ ഫോട്ടോ ഇതാണ് ഇന്നത്തെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് റൈഡിങ് വീഡിയോസ് നമുക്ക് അടുത്തിൽ നോക്കാം. ഇന്നിപ്പോൾ ഏതായാലും ഈ വീഡിയോ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നമുക്ക് വേണ്ടത് ആ സ്റ്റേജാണ്. അതായത് ഈ ഫോട്ടോത്തിൽ കാണുന്ന ഈ സ്റ്റേജാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്കത് റെഡിയാക്കാം. അത് ഞാൻ ആ സ്റ്റേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ആക്കാം. ഞാൻ ഡൗൺലോഡാക്കി വെച്ചതുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ഡൗൺലോഡാക്കി വെച്ചത്. അപ്പോൾ സ്റ്റേജ് റെഡി. ഇനി എന്താടണം? ഇനി നമുക്ക് നമ്മളെ പിക്ക് വരുത്തണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിക്ക്. ഞാൻ കട്ട് ചെയ്യണൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച പിക്ക് എടുക്കുകയാണ്. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ച പിക്ക്. ഇത് സ്കെച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് സ്കെച്ച് അല്ലാതെ ഉപയോഗിക്കാം. ഞാൻ സ്കെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റ് ഞാൻ വേറെ വെക്കും. ഈ റേഞ്ചിൽ നിൽക്കട്ടെ. ഇനിയിപ്പോൾ റെഡിയാക്കുള്ളത് ടയറും അതിന് ഹെൽമെറ്റും ആണ്. ഇപ്പോൾ പിക്ക് ഇവിടെ സ്റ്റേജിന്മേൽ റെഡിയാക്കിയിരിക്കണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട. ബാക്ക്ഗ്രൗണ്ട് സ്കെച്ച് ഇതിന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നെറ്റിൽ നിന്ന് നമ്മളെ ഈ മലൻ്റെ ഇംഗ്ലീഷ് എടുത്താൽ കിട്ടും. മല എന്ന് അടിച്ചാൽ കിട്ടില്ല, മലൻ്റെ ഇംഗ്ലീഷ് അടിച്ചാൽ കിട്ടും. പർവ്വതം എന്ന് അടിച്ചാലും കിട്ടും. പിന്നെ ഒരു മാപ്പ്, ലഡാക്ക്, കേരളം ടു ലഡാക്ക് എന്നൊരു മാപ്പ് ഞാനിവിടെ ഡൗൺലോഡാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഡൗൺലോഡാക്കി വെച്ചെടുക്കുകയാണ്. ഇതാണ് ഞാൻ ഡൗൺലോഡാക്കി വെച്ചത്. ഇനി ഇത് ഈ പുറത്തേക്ക് വണ്ടിൻ്റെ മേത്തൂടെ വരുന്നതൊക്കെ മായ്ച്ചു കളയാം. ഓക്കെ, ഇനി ഒന്നും കൂടി വേണം. അതേമാതിരി ഒന്നുകൂടി എടുക്കട്ടെ. ഇപ്പോൾ ഓക്കെ, അപ്പോൾ സെറ്റായി. ഇനി ഇതും മായ്ക്കണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ മേത്ത് കൂടെ ജസ്റ്റ് ഒരു സംഭവം ഇട്ടിക്കണം. അതായത് നമ്മൾ ഞാൻ കാണിച്ചു തരാം. പേരും കാര്യമില്ല, സ്പ്രില്ലോ എന്തൊക്കെയാണ് പേര് വരുന്നത്. ഇതാണ് ഞാൻ ഈ തൊടുന്നതാണ്. ഇത് എന്തോ ഫയൽഡാണ്, നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പിറൽ എന്നൊക്കെ അതിൻ്റെ പേര്. ഇതിലൊക്കെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ കുറേ ഉണ്ട്. ക്യാഷ് കൊടുക്കണതുകൊണ്ട് ക്യാഷ് കൊടുക്കാത്തതുകൊണ്ട്, അടിയിലേക്ക് പോയാൽ ക്യാഷ് എടുക്കാം. അപ്പോൾ കേസ് ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ്. ഇത് ഞാൻ ഇന്ന് നേരെ വലിച്ചതാണ്. ഇതിന് കുറേ സെറ്റാക്കാണ്ട് കട്ട് ചെയ്യണം. അതിന് മൈക്ക റബ്ബറിൻ്റെ ഒക്കെ സെലക്ട് ചെയ്യുക. ഈ അടിയത്തൊക്കെ വേണമെങ്കിൽ വായിച്ചാൽ കേട്ടോ, അതുകൊണ്ടൊന്നും വലിയ ഉപകാരമല്ല. ഈ സൈഡ് ഫിനിഷിങ് കൊടുക്കുക കറക്റ്റ്. അപ്പോൾ കേസ് അതും റെഡിയായി. അപ്പോൾ ഇനി നേരെ ശരിയെടുക്കാം. പിന്നെ വേറെ കാര്യം, ഞാൻ ഈ പിക്സാർട്ട് ആപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഞാൻ ഫസ്റ്റ് ചെയ്തത് ആദ്യം സ്റ്റേജാണ് ചെയ്തത്. സ്റ്റേജിൻ്റെ ലിങ്ക് 1, 2, 3 നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ടോ ഓരോ ലിങ്കുകൾ. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി. ഇനി ശരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് വെക്കുള്ളത് ഹെൽമെറ്റാണ്. ഹെൽമെറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ലെങ്ത്ത് കൂട്ടിക്കൊണ്ട് മറ്റേ ടൈം കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള എഴുതിയാണ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചത്. ഇത് നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇത് സെൽഫി എടുത്ത ഹെൽമെറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ സ്നാപ്സീഡ് പോയാണ്ട് അത് കളയാം. ഓക്കെ, ഹെൽമെറ്റ് റെഡി. നമ്മൾ DP വെക്കുമ്പോൾ നല്ല രസകരം കാണാൻ. ഇനി വേണ്ടത് നമ്മളെ മാപ്പാണ്. മാപ്പ് ഞാൻ ഗൂഗിളിൽ നിന്ന് വലിച്ചതാണ് കേട്ടോ. മാപ്പിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ലാസ്റ്റ് തരാം. ഞാൻ ഗൂഗിളിൽ നിന്ന് വലിച്ച ഇതുണ്ട്. ഇതാണ് മാപ്പ്. നമ്മളെ കേരള ടു ലഡാക്ക്.
അപ്പം ഒരു സൈഡിൽ ഒതുക്കി വെച്ചാൽ മതി. ഇപ്പോൾ സംഭവം ഓക്കെ ആയിക്കണം. ഒരു പണിയില്ല ചെയ്യാൻ. ഇനി ഇതേമാതിരി വേറെ ഏതെങ്കിലും മോഡൽ വന്നിട്ട് പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്തു തരും. പിന്നെ ഇനി ആ ടയറൊന്ന് ക്ലിയർ ആക്കണ്ടേ, അതിന് വൈകിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ട വെച്ചാൽ ഈ റൗണ്ട് വയ്ക്കുക. റൗണ്ടിൽ ഫില്ല് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്താണ്ട് ടയറിൻ്റെ ഇതിന് ആദ്യം വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ സ്റ്റേജിൻ്റെ കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് പെൻസിൽ എടുത്തതിന് ശേഷം ഈ ടയറൊന്നും ഇങ്ങോട്ട് സൈഡൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. അതായത് പുറത്തേക്ക് തള്ളിക്കാറുള്ള ഞാൻ അതിൻ്റെ ശേഷം വീണ്ടും ഈ ഫില്ലൻ എടുക്കുക, ബ്ലാക്ക് കളർ എടുക്കുക, നേരെ ടയർ സെറ്റാക്കുക. ടയറിന് ചെറിയൊരു പളിപ്പൊക്കെ വരും, പക്ഷെ അതൊന്നും ഡീപ്പിക്ക് ഇടുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ടയർ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഫോട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ കൊടുത്ത ഈ ബ്ലൂവും ഓറഞ്ചൊരു സ്പ്രില്ലറിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ വേറെ ഏതെങ്കിലും മോഡലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ ഞാൻ സെലക്ട് ചെയ്ത പർവ്വതങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാം, കുറേ ഓപ്ഷൻ ഉണ്ട് അതിൽ. പിന്നെ സ്റ്റേജ് പിന്നെ ഇതാണ് ഒരു നാക്ക്, വേറെ സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ എഡിറ്റിങ് എല്ലാവരും ഇഷ്ടപ്പെടുന്നിരുന്നു. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ DP വെച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെത്തുന്നു. പക്ഷേ അതിന് മുമ്പ് ചെറിയൊരു കാര്യം, എല്ലാവർക്കും ഈ ഇത് വായിക്കണതിന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോ നേരെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വേണ്ടി ഷെയർ ചെയ്യാം, മോറി ഓപ്ഷൻ കൊടുത്ത് നെറ്റ്വർക്കിൻ്റെ ആവശ്യം ഉണ്ട്. നെറ്റാണ് ഷെയർ ചെയ്യണമെങ്കിൽ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഗൈസ് വന്നു. ഇനി നേരെ സ്നാപ്സീഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യില്ലാണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. എന്നിട്ട് ഇതിൽ ഞാൻ ഇപ്പോൾ എടുത്തത് ഈ ഒരു എക്സെപ്റ്റ് ചിഹ്നങ്ങൾ അതിന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്കിൻ്റെ ശേഷം നമുക്ക് എന്താണോ മായ്ച്ചു കളയേണ്ടത് അതങ്ങോട്ട് റൗണ്ടിൽ അതിന് ഒപ്പമായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫുള്ളാക്കുക. ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് ചിലപ്പോൾ കൊള്ളാൻ തന്നെ കറക്റ്റ് എടുത്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒന്നുകൂടി ചെയ്യുമ്പോൾ പോയിക്കോളും. ആ വിരലിൻ്റെ ഓപ്ഷനാണ് കിട്ടാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയായി. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നല്ല ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി കിട്ടും. ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ കിട്ടാത്തത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയാനുള്ള എന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ ലൈക്ക് കമൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.